മനുങ്ങളിലും ചേച്ചിനെ വിളിക്കുന്നില്ലേ? വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ? ആ കുട്ടി എന്ത് പഴച്ചു? മോൻ പോയി അവരെ വിളിച്ചോണ്ട് വാ. അതെ, ആ കുട്ടിയോട് ഞാനൊന്നും സംസാരിക്കില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞ് എന്നോട് വഴക്കിന് വരരുത്. കുട്ടി ഇരുന്നോളൂ. താങ്ക് യു. മുത്തശ്ശി, ഇത് പ്രിയ. അച്ഛാ, ഇതാണ് പ്രിയ. പ്രിയ, ഇതാണ് അച്ഛൻ. മനുവിന്റെ അച്ഛൻ? അതെ, കണ്ടാ തോന്നൂലേ? ഇല്ല. ഹി സോ യങ് ലുക്കിംഗ്. എൽഡർ ബ്രദർ ആണെന്നേ പറയുള്ളൂ. പക്ഷേ നല്ല പ്രായമുണ്ട്. ഫുൾ ഡൈയ. ഇവന്റെ അബൂബന്. കുട്ടിയുടെ പേരൻസ് ഒക്കെ എവിടെയാ? അവരൊക്കെ ഓസ്ട്രേലിയയിലാ. വെറുതെ മനുങ്ങൾ ചാടി വീണത്. കുട്ടിയുടെ പേരൻസ് ഇവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. കുട്ടി കഴിക്കുന്നില്ലേ? ആക്ച്വലി എനിക്കൊരു സ്പൂൺ വേണമായിരുന്നു. ആ അച്ചാറിലുള്ള സ്പൂൺ എടുത്തോളൂ. ഓ ഓക്കെ, താങ്ക് യു. ചേച്ചി എപ്പോഴും സ്പൂൺ ഉപയോഗിച്ചാ കഴിക്കുന്നേ? ആക്ച്വലി നിങ്ങളുടെ ലവ് എപ്പോഴാ തുടങ്ങി? നീ മുളക് കടിച്ചാ? ഇല്ല, ഒരു പട്ടി കടിച്ചതാ. മിണ്ടായിരുന്നു ഭക്ഷണം കഴിക്കടാ. കഴിക്കല് കഴിഞ്ഞോ? അല്ല, അതെ, എന്താ ഇവിടെ കിടക്കണേ? എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞ. ആരി? ഇയാളുടെ അമ്മ. ആണാ? അമ്മ ഉദ്ദേശിച്ചതേ ഈ മുറി കിടക്കാനാ. ഈ കിടക്ക എന്റെ ആണേ. ഞാനാണ് ഇവിടെ കിടക്കുന്നത്. മര്യാദക്ക് ഇറങ്ങി താഴെ കിടന്നേ. താഴെ കിടക്കാനോ? ഞാനോ? ഐ എം യുവർ ബോസ്, അത് മറക്കണ്ട. ഹലോ, അതൊക്കെ അങ്ങ് ഓഫീസില്. ഇതെന്റെ വീട്, എന്റെ മുറി, എന്റെ കട്ടില്. ഇവിടെ ഞാനാണ് ബോസ്. താഴെ ഇറങ്ങി കിടന്നേ. ഓടാന്നാ, എന്നിട്ട് അന്തസ്സായിട്ട് കിടക്കണ. യു ബ്ലഡി പെർവേർട്ട്. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഇതിനു വേണ്ടിയാണല്ലേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. ടച്ചാൻ പറ്റിയൊരു കോലം. എന്റെ കിടക്കല് എന്ത് കിടന്നാലും ഞാൻ പിടിക്കും. അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഈ ഏരിയ നിങ്ങൾ മാറിയുന്നു. വേണമെങ്കിൽ ഇതെടുത്ത് താഴെ വിരിച്ച് കിടക്കും. പോയി കിടക്കും മാഡം. എന്ത് രസം, എന്ത് സുഖം. എന്റെ കിടക്ക ബഹുവർണം. സുരേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരുമായി ബോസ്. സന്തോഷകരമായ ഉല്ലാസ ജീവിതത്തിന് കിടക്കാനും ഇരിക്കാനും തലകുത്തി മറിയാനുമുള്ള വേളകൾ ആഘോഷകരമാക്കാൻ വെൽക്കം ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. തറയിൽ കിടക്കുന്നവർക്കും പങ്കെടുക്കാം. ആഹാ, എന്തൊരനുഭൂതി. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഓഫീസിൽ ഞാൻ ആരോടും പറയില്ല. സോറി. എന്താടാ എവിടുത്തെ മര്യാദ? വാതിൽ മുട്ടാതാണ് കേറി വരുന്നത്. നിങ്ങളോട് ഉണ്ടാവുന്ന ഞാൻ ഓർത്തില്ല. മനങ്ങളില്ലാത്തപ്പോ ഞാൻ ഈ റൂമിരുന്നാ പഠിക്കുന്നേ. ഓ ആണോ? പോകോ പോകോ പോകോ. ഭാര്യ താഴെയും ഭർത്താവ് കട്ടില്ല. പ്രിയചന്ദ്രൻ നിലത്ത് കിടക്കുന്നേ. ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സത്യം പറ, നീ ഞങ്ങളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്നതല്ലേ? പിന്നെ
മുറിയുടെ വാതിൽ തുറന്നു വന്നിട്ടല്ലേ ഒളിഞ്ഞു നോക്കുന്നേ? നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. കണ്ട അവൻ പതർന്നണ്ട. അമ്മാമ്മേ ഓടി വരണേ. നീ സീൻ കാണാൻ വന്ന വിവരം ഞാൻ വിളിച്ചു പറയൂട്ടോ. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ ഞങ്ങള് കാര്യങ്ങളൊക്കെ കടക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? അതിന് താഴെ മുകളിലും കിടന്നോണ്ട് എന്തോന്ന് സീൻ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്താടാ എന്തു പറ്റി? ദേ നോക്കിക്കേ ചേച്ചി താഴെ കിടക്കുന്നേ. എന്തിനാ കുട്ടി നിലത്ത് കിടക്കുന്നത്? അത് പ്രിയക്ക് ഭയങ്കര നടുവേദന. അതിന് നിലത്ത് കിടന്ന മാറുമെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞമ്മ. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം. അതെങ്ങനെയാ? എല്ലാം അറിയാന്നല്ലേ ഭാവം. ഇങ്ങനെ കിടന്ന നിലത്തെ തണുപ്പടിച്ച് നടുവേദന കൂടത്തല്ലേ ഉള്ളൂ. അതിനൊരു പലകയിട്ട് വേണം കിടക്കാൻ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലമ്മേ. ഇതൊക്കെ ഈ പാതിരാത്രി എവിടെ നിട്ടാണ് ഈ പലക? ഇത് പല കെട്ടില്ലല്ലേ, ആ ബെഡങ്ങ് മാറ്റിയാ പോരെ? ആ അത് ശരിയാണല്ലോ. ശരിയാ. കിടത്തിണ്ടി നീ ഇവിടുന്ന് പുറത്തേക്ക് വരുമല്ലോ. പുറത്തേക്ക് വലിച്ചെടുക്കാം അമ്മമ്മ ബെഡ്. കാഞ്ഞിരത്തിന്റെ പലകയാ, നടുവേദനയ്ക്ക് നല്ലതാ. ഇനി നിങ്ങൾ ഇവിടെ കിടന്നു. അമ്മ എനിക്ക് നടുവേനൊന്നുമില്ല, ഞാൻ ബെഡിൽ കിടന്നോളാം. വേണ്ട വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ സൈക്കിൾ വട. ശരി അമ്മേ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. അങ്ങനെ കിടക്ക വീണ്ടും എന്റെ കയ്യിൽ. വെൽക്കം ബാക്ക് ടു മനോസ് മൾട്ടിപർപ്പസ് ബെഡ്. എന്ത് സുഖം, എന്ത് രസം. മരിയ കയറി കട്ടിൽ കിടന്നേ. ഇല്ല, ഇത് എന്റെ ബെഡാണിത്. നിന്റെ വീട്, നിന്റെ മുറി, നിന്റെ കട്ടിൽ, നീ കയറി കിടക്ക്. ദേ എന്റെ ബെഡിൽ കിടന്ന ഞാൻ അപ്പ പിടിക്കും. എങ്കിലും ഇവിടെ കൊല നടക്കും. കൊലയോ? അത്രക്കായോ? എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ മണിമാളിയെ